ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യുന്നത് വേണ്ട, നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വർക്കിംഗ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ തിരഞ്ഞെടുക്കുക, അല്ലാതെ അവർ പറയുന്ന ഷെഡ്യൂൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ വീട്ടിലിരുന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു വർക്കാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്ക് വരുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. അതായത് ടെലികോളിംഗ് സർവീസുമായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്, പിന്നെ ചാറ്റ് സപ്പോർട്ട് അങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വർക്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബ്രീഫ് ആക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ആ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ പേര് ഓർഡർ ചെയ്യുമല്ലോ, അപ്പോൾ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു കോൾ ചെയ്യണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കോൾ ചെയ്തിട്ട് ഈ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഡെലിവറി ഏജന്റിന്റെ സർവീസ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ ആഡ് ചെയ്യുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വർക്കിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങൾക്ക് നിങ്ങളെ UPI അക്കൗണ്ടിലേക്ക് ഇതൊന്ന് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏണിങ്സ് കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ വേറെ പല കമ്പനീസും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലല്ലാതെ ഇപ്പോൾ മീഷോയിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ, എന്തൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഫുഡ് വർക്ക് പറഞ്ഞിട്ടുള്ള ആ കമ്പനിയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റെപ്യൂട്ടേഷൻ എത്രമാത്രം ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ ഇതുപോലെ ഫുഡ് വർക്ക് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ് ഇത്. തുറന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരിക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കെയിൽ യുവർ ബിസിനസ് വിത്ത് ഹ്യൂമൻ പ്ലസ് AI കോൺടാക്ട്സ് ആൻഡ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് ജൈൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് പോലത്തെ കമ്പനീസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെയല്ലേ വരുന്നത്. ഇതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫുഡ് വർക്ക് നടിച്ചിട്ട് നിങ്ങൾ ആ ഫുഡ് വർക്ക് ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അതിലാണ് നമ്മളെ ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് എത്തിയിട്ടുള്ള ഇന്റർഫേസ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക, വീഡിയോ ലാംഗ്വേജ് കൊടുത്ത് ഇംഗ്ലീഷ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ അടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ മൊബൈൽ നമ്പർ അടിച്ച് OTP അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ OTP അടിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരിക. അവിടെ നമ്മൾ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെയിം ചോദിക്കേണ്ടത്, നിങ്ങളുടെ നെയിം എന്താ വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഏതാച്ചാൽ അത് കൊടുക്കുക. പിന്നെ വിച്ച് സിറ്റി യു ലീവ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ലാംഗ്വേജ് ഡു യു സ്പീക്ക് വെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ലാംഗ്വേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള ലാംഗ്വേജസ് നിങ്ങൾ ഏതൊക്കെയാ വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഇംഗ്ലീഷ്, ഹിന്ദി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തമിഴോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് കൊടുക്കുക. ഒരുപാട് ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, അതിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അറിയണത് കൊടുക്കുക, പിന്നെ അതിൻ്റെ താഴെ അനുസരിച്ച് അതിനനുസരിച്ച് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ലാപ്ടോപ്പ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ വിച്ച് ഈസ് യുവർ കറണ്ട് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഏതാച്ചാൽ കൊടുക്കുക. കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ആണോ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഏതാച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഇത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിച്ച് ഈസ് യുവർ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഏതാച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, ഗ്രാജുവേഷൻ കൊടുത്തിട്ട് നിങ്ങൾ അത് കൊടുക്കുക. പിന്നെ വിച്ച് ഈസ് യുവർ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഏതാച്ചാൽ ഇവിടുന്ന് ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാച്ചാൽ ആ ഒരു ഫീൽഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളോട് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം. ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ്, നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം 1 to 3 ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അറിയെങ്കിൽ നിങ്ങൾ 1 to 3 years കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വാട്ട് വാസ് യുവർ ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം
ഫ്രഷറായിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 0 കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വർക്ക് ഇതിന് മുന്നേ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വാട്ട് വാസ് യുവർ ലാസ്റ്റ് ജോബ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്താ വർക്ക് ഫ്രം ഹോം ആണോ, വർക്ക് ഫ്രം ഓഫീസ് ആണോ, അത് ഏതാച്ചാൽ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെലക്ട് ആൽ ദ ഫീൽഡ് ഇൻ വിച്ച് യു ഹാവ് ടെലികോളിംഗ് എക്സ്പീരിയൻസ് ഇൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങൾക്ക് ടെലികോളിംഗ് എക്സ്പീരിയൻസ് മുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് ഫീൽഡ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്കാർട്ടിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇ-കൊമേഴ്സ് കൊടുക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ആപ്ലിക്കബിൾ ഫ്രഷേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പം അത് നിങ്ങളെ ഒരു കോമൺ സെൻസിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ പരമായിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് കൊടുക്കാം, ഹെൽത്ത് കെയർ കൊടുക്കാം. പിന്നെ ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഫൈനാൻസ്, ബാങ്കിങ് ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സാധനം. പക്ഷേ ഇ-കൊമേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് സെയിൽസ് കോളിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രിഫറൻസസ് ആണ്. വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് ജോബ് ടൈപ്പ് അറ്റ് ഫുഡ് വർക്ക് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ടൈം ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാച്ചാൽ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പാർട്ട് ടൈം കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ ആ ഒരു ഡാഷ് ബോർഡിൽ എത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഡാഷ് ബോർഡിൽ നമ്മൾ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡാഷ് ബോർഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കി ഗെയിൻ ട്രെയിനിങ്, ഇനി നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവരെന്നെ തരും കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ഹോം നിങ്ങൾക്ക് ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജോബ്സിനെ പറ്റിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളെ ജോബ്സ് കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ജോബ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുക. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഏണിങ്സിൻ്റെ ഭാഗത്ത് വന്നാൽ നമുക്കിപ്പോൾ ഇവിടെ 0 ഏണിങ്സ് ആണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഹോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുക. നിങ്ങൾ സ്റ്റാർട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചെക്ക് ബോക്സും ടിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഗുഡ് നെറ്റ്വർക്ക് കവറേജ് വേണം, ക്വൈറ്റ് ഏരിയ വേർ നോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഈസ് ഫൗണ്ട്, പിന്നെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെയാണ് ഫർദർ ആയിട്ട് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നേരിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫുഡ് വർക്ക്, ഗെറ്റ് ടെക്നോ ഫുഡ് വർക്ക് ബെറ്റർ. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ട്രെയിനിങ് വീഡിയോ ഉണ്ട്, പിന്നെ റീഡ് ട്രെയിനിങ് ഡോക്യുമെന്റ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം കണ്ടിന്യൂ കൊടുക്കുക. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങളെ വെർബൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എല്ലാതും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിലുള്ള ഓരോന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പൂർത്തിയാക്കുക. ഓക്കെ, ഇവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞപ്പോൾ 0% കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ടു കുറേ അധികം കൊടുത്തിട്ടില്ലേ. അത് നിങ്ങൾ ഓരോന്ന് ക്ലിയർ അനുസരിച്ച് ഇത് 100% ആയാലായിരിക്കും നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് അവർ ആദ്യം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, വീഡിയോ കണ്ടെടുത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, ചോദ്യത്തിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. ഇവിടെ നമ്മൾ താഴെ കഴിഞ്ഞാൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, കോൾ ഒബ്ജക്റ്റീവ് ആൻഡ് കോൾ ഫ്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പ് ട്യൂട്ടോറിയൽ, ആപ്പിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അറ്റ് ദ ലാസ്റ്റ് ഇതാണ് നിങ്ങളുടെ ഫൈനൽ ടെസ്റ്റ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പൂർത്തിയാക്കണം. അതായത് ഫൈനൽ ടെസ്റ്റ് പറഞ്ഞിട്ട് സബ്മിറ്റ് എ മോക്ക് കോൾ റെക്കോർഡിംഗ് ഫോർ യുവർ ഫൈനൽ ടെസ്റ്റ് ആൻഡ് ബിക്കം എ സർട്ടിഫൈഡ് ടെലികോളർ. അതായത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കസ്റ്റമർ വിളിക്കുന്ന വഴി നമ്മൾക്ക് കോൾ വരും. ആ കോള് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് സംസാരിക്കണം. അതായത് എക്സ്പ്രസീവായിട്ട് അവർക്ക് പ്രോബ്ലം എന്താണോ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണം. അത്തരത്തിൽ നമ്മൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, അതായത് ഒരുപാട് നമ്മളിവിടെ കോമൺ സെൻസ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ദിവസം നിങ്ങൾ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഏർണിങ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ നിങ്ങൾക്കിപ്പം താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള പേയ്മെൻറ്റ് മെത്തേഡാണ് വരുന്നത്. ഇവിടെ UPI വരുന്നുണ്ട്. മിനിമം എമൗണ്ട് പറഞ്ഞാൽ 100 ആയാൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ബാങ്ക് ട്രാൻസ്ഫറും വരുന്നുണ്ട്. ഇവിടെ 100 ആയാൽ തന്നെ അതും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ UPI ID ഇവിടെ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ എക്സ്പ്രസീവ് ആണ്, എത്രത്തോളം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ
ബാക്കിലുണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അപ്പം അതൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഉണ്ടാകും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് ആയിട്ടുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ജോബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.